നമുക്കറിയാം, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക നേതാക്കന്മാർ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്ന ഒരു വാക്കാണ് ഈ ലോകം കണ്ടതിൽ ഏറ്റവും നല്ല ഗുരു യേശുക്രിസ്തുവാണെന്നുള്ളത്. യേശുക്രിസ്തുവാണ് ഈ ലോകത്തിൽ ഏറ്റവും നല്ല ഗുരു എന്ന് പറയുവാൻ അവർ പറയുന്ന കാരണം, വേറെ ആരും, ഒരുപാട് ഗുരുക്കന്മാർ ഈ ലോകത്തിൽ വിവിധ സംഗീതകളിലുണ്ടെങ്കിലും, രാഷ്ട്രങ്ങളിൽ, ഇസങ്ങളിൽ, അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒരുപാട് ഗുരുക്കന്മാരുണ്ടെങ്കിലും എൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ മനസ്സ് കാണിച്ച ഒരു ഗുരു ഈ ലോക ചരിത്രത്തിൽ മറ്റാരുമില്ലായകയാൽ ഈ ലോകത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ പോലും, വേണ്ട, നിരീശ്വരവാദികൾ പോലും ഈ ലോകം കണ്ടതിൽ ഏറ്റവും നല്ല ഗുരു അത് യേശുവാണ് എന്ന് പറയുന്നതിൽ തർക്കമില്ല, രണ്ട് പക്ഷമില്ല. എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാർ എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പല കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ കർത്താവിന്റെ കൃപയാൽ ശിഷ്യന്മാരാകുവാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. ശിഷ്യന്മാരെ യേശു അയക്കുമ്പോൾ, നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാവരെയും എൻ്റെ ശിഷ്യന്മാരാക്കണമെന്നാണ് കർത്താവ് അവരോട് പറഞ്ഞയക്കുന്നത്. ആകയാൽ ശിഷ്യത്വം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ ഉതകുന്ന നിലയിലുള്ള ഒരു സ്വർഗീയ വെളിപ്പാടാണ്. വളരെ റെയറായി മാത്രം നാം പ്രതിപാദിച്ച് കേൾക്കുന്ന ഈ വിഷയത്തെ ഈ ഒരു മാസം മുഴുവൻ ദൈവജനത്തിന് വേണ്ടി പകർന്നു കൊടുക്കുവാൻ പൗരുഷൻ TV എടുത്ത ഉത്തരവാദിത്വത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതം, യേശുവിനോട് കൂടെ അവർ നടന്ന ജീവിതം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വലിയ സങ്കീർണമായ ഒരു ജീവിതമായിരുന്നു. അതിനു മുൻപായിട്ട് ഒരു വാക്ക് എടുത്തു പറയേണ്ടത് ഇതാണ്. മർക്കോസ് ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തതിനെ കുറിച്ച് തന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: അവൻ മലമേൽ കയറി, യേശു മലമേൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അവയുടെ മേൽ അധികാരമുണ്ടാകാനും അവൻ 12 തിരഞ്ഞെടുത്തു. അപ്പൊ യേശു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച ശേഷം, യേശുവിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള രാത്രികളിൽ ഒന്നും യേശു ഉറങ്ങിയതായിട്ട് പറഞ്ഞിട്ടില്ല. അവിടെയെല്ലാം അവൻ പ്രഭാതം വരെയും പ്രാർത്ഥിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശു ഉറങ്ങി എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത് പകൽ സമയത്താണ്. അവൻ പടകിന്റെ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. എന്നാൽ യേശുവിന്റെ രാത്രികാലങ്ങളെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നിടത്തെല്ലാം യേശു പ്രഭാതം വരെയും പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിപ്പാടുള്ള ദൈവദാസന്മാർ പലപ്പോഴും രാത്രിയാമങ്ങൾ വേറിട്ടിരുന്ന് പ്രഭാതം വരെയും വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന കർത്തൃദാസന്മാരെ എനിക്കറിയാം. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. എന്നാൽ യേശു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പിറ്റേ പ്രഭാതത്തിൽ അവൻ മലമേൽ കയറി. ഒരു വാക്ക് അതിനകത്ത് എടുത്തെഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ഞാൻ ഈ ദൈവവചനം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദീർഘവർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്ന അഭിഷിക്തന്മാർ, കർത്താവിന്റെ വേല ചെയ്യുന്നവർ, അതുപോലെ കർത്താവിനെ ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് തങ്ങളാൽ ആവുന്നത് പോലെ ദൈവരാജ്യത്തിന് പ്രയോജനകരമാകുന്ന നിലയിൽ പ്രയോജനപ്പെടുന്ന ദൈവമക്കളൊക്കെ എന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. നാം ഈ കറുത്ത ബൈൻഡിട്ട വെളുത്ത പുസ്തകം എടുത്തതും, നമ്മൾ പെന്തിക്കോസുകാരായി അറിയപ്പെട്ടതും, സമൂഹത്തിന് മുൻപാകെ കർത്താവിന്റെ വചനവുമായി നാം നിൽക്കുന്നതും, ആത്മീയ ഗീതങ്ങൾ മടികൂടാതെ പാടി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഒരു സ്വകാര്യമായ ലാംഗ്വേജായ, ഒരു സ്വകാര്യമായ ഭാഷയായ സ്വർഗീയ ഭാഷ, അന്യഭാഷയിൽ മടികൂടാതെ കർത്താവിനെ ആരാധിക്കുന്നതും, കർത്താവിന്റെ സുവിശേഷം ലജ്ജ കൂടാതെ
നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയിക്കുവാൻ തെരുക്കോണുകളിലേക്ക് ഇറങ്ങുന്നതുമൊക്കെ നമുക്ക് ഈ സമൂഹം ഒരു വലിയ അംഗീകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ അവർ നമ്മളെ സ്വീകരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടല്ല, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതിന്റെ കാരണം എന്താ? കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം നമ്മൾ പല നിലയിൽ പല കാരണങ്ങൾ പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അവന് നമ്മെ ബോധിച്ചത് കൊണ്ടാണ് എന്ന് കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു.